ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിൽ നല്ല മഴയും ഇടിയും കാറ്റും ഒക്കെയാണെന്ന് ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വൈകിട്ടത്തെ കുറച്ച് പരിപാടികൾ കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഒരു ഈവനിങ് വ്ലോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ വൈകിട്ട് ചായക്ക് എന്തുണ്ടാക്കുമെന്ന് ഞാൻ ആലോചിച്ച് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പരിപ്പ് വെള്ളത്തിലിട്ടു. അപ്പോൾ അതിൻ്റെ പരിപാടിക്കായിട്ട് ഇങ്ങോട്ട് അടുക്കളയിൽ കയറിയതാണ്. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമല്ലോ. അപ്പം പണിയിലേക്ക് കടക്കാം. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് കഴുകിയാണ് വെള്ളത്തിലിട്ടത്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഈ വെള്ളവും കളഞ്ഞൊന്ന് കഴുകി ഒന്ന് അരച്ചൊക്കെ എടുത്തുകൊണ്ട് വരാം. നമുക്ക് ഈ പരിപ്പൊന്ന് ഒതുക്കി അരച്ചൊക്കെ എടുത്ത് വന്ന് ഇതിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. അതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാ പണികളും നടക്കട്ടെ. വലിയ ജാറിലിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അത് പെട്ടെന്ന് ഇതാവത്തില്ല. കുറച്ചരയാത്ത ഒരു ഇത്. അപ്പോൾ ചെറുതിലാവുമ്പോൾ ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ആവും. ഒരു 2-3 ട്രിപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ പരിപ്പ് വടയ്ക്കുള്ള പരിപ്പൊക്കെ ഞാൻ അരച്ച് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം കറി വെക്കാനായിട്ട് ഞാൻ ഓർത്ത് മത്തങ്ങയും പയറും കൂടിയിട്ട് കറി വെക്കാമെന്ന് ഓർത്ത്. അതായത് നമ്മുടെ വൻപയറിൻ്റെ സൈസ് വെള്ളപ്പയറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കുക്കറിലോട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പം 2-3 അടി കുക്കറിലിട്ട് ആദ്യം പയർ 2-3 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കുക. അതിന് ശേഷം മത്തങ്ങയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അടപ്പയിലോട്ട് വെച്ച് വേവിക്കട്ടെ. അപ്പോൾ അതൊക്കെ അടപ്പയിലോട്ട് നമുക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം പിന്നെ പരിപ്പോടേക്കുള്ള പരിപാടി നോക്കാവേ. അപ്പം ഞാൻ വൈകിട്ടത്തേക്ക് ഇന്ന് ഉച്ചയ്ക്ക് വെച്ചപ്പം ഭക്ഷണം തികഞ്ഞില്ല. വൈകിട്ടത്തേക്ക് പിന്നെ രണ്ടാമതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിയും പിന്നെ കുറച്ച് അരി അടപ്പയിടാമെന്ന് വിചാരിച്ച്. അവർക്കൊക്കെ ചോറുണ്ട്. ഞാനങ്ങനെ വൈകുന്നേരം ചോറങ്ങനെ കഴിക്കാറില്ല രാത്രിയിൽ. പിന്നെ ചപ്പാത്തി നമുക്കുണ്ടാക്കണം. അപ്പം ഇനിയിപ്പോൾ കുക്കറിൽ പയറൊക്കെ ഇട്ട് അടപ്പിൽ വെച്ചു. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ പരിപ്പുവട ഉണ്ടാക്കാനുള്ള ഇതാണ്. അതിന് കുറച്ച് ഇഞ്ചിയും അറിയാമല്ലോ, പരിപ്പുവട ഉണ്ടാക്കാനൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇഞ്ചിയും സവോളയും പച്ചമുളക് ഞാൻ ഇടത്തില്ലേ, കാരണം കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് മുളക്, അതിന് പകരമായിട്ട് കുറച്ച് മുളക് പൊടി പിന്നെ പെരുംജീരകമൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി അവിടെ വയ്ക്കും. ഒരു 5-10 മിനിറ്റ് അവിടെ വയ്ക്കും. കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരുമ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ, പണ്ട് എനിക്ക് ഈ പരിപ്പോടെ ഇഷ്ടമേ ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ കഴിക്കത്തില്ല. പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളിവട ആയിരുന്നു. ഉഴുന്നുവടയോടും അത്ര വലിയ പ്രിയമില്ല, എന്നാലും ചൂടോടൊക്കെ ആകുമ്പം കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഏറ്റവും മാറ്റി നിർത്താൻ പറ്റാത്ത മാറ്റി നിർത്താനെന്നല്ല, കണ്ടാലും കഴിക്കുന്ന ഒരു സാധനമാണ് പരിപ്പുവട. ഉഴുന്നുവടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം. പണ്ട് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പണ്ട് ഉള്ളിവടയെന്നും പറഞ്ഞായിരുന്നു. അതങ്ങനെയാണല്ലോ നമ്മൾ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ. പക്ഷേ എപ്പോഴും എണ്ണപ്പലഹാരം ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്നാലും
കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവന്മാർക്ക് ഇഷ്ടമാണ്, മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അങ്ങനെ എപ്പോഴും എണ്ണ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷെ എന്നാൽ അവർക്ക് ഈ കൊഴുക്കട്ട, അട അങ്ങനെയുള്ള സംഭവത്തിനോടൊന്നും വലിയ പിടുത്തമില്ല. നമ്മൾ ഈ ശർക്കര പാനിയാക്കി എന്താ പറയുന്നത് ഒന്നിച്ചൊഴിച്ച് കുഴയ്ക്കുമല്ലോ, അങ്ങനെയൊക്കെയാണെങ്കിൽ ചെറിയ മോനൊക്കെ കഴിക്കും. നമ്മൾ ഈ തേങ്ങയും ശർക്കരയും അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ അകത്ത് വെച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. അതൊക്കെയാണ് പ്രശ്നം. ഒരാൾക്കൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടമല്ല. അതാ എന്താ പറയുക. എന്നിട്ട് വേണമെങ്കിൽ കഴിക്കട്ടെ, ഇതെല്ലാം കഴിച്ച് ശീലിക്കണം എന്നൊക്കെ ഞാൻ ആദ്യമുള്ള ഇതിലെല്ലാം കഴിച്ച് ശീലിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതുങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് അമ്മമാരല്ലേ, നമുക്ക് വിഷമം തോന്നും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഇല്ലെങ്കിലും ചില സമയത്തൊക്കെ നമുക്ക് ദേഷ്യമൊക്കെ വരുമല്ലോ, അപ്പോൾ പറയും ഉള്ളതൊക്കെ കഴിക്കുക എന്നൊക്കെ പറയും. എന്നാലും എന്നെക്കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവർ നമ്മളോടല്ലാതെ വേറെ ആരോടാ മക്കൾ പറയുക, നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ റെഡിയായി. പരിപ്പോടെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കുഴച്ച് വെച്ച് അതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ പരിപ്പോടെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ കുഞ്ഞു മോനും അപ്പനും പുറത്ത് വരെ പോയിരിക്കുവാണ്. അപ്പോൾ അപ്പൂസിന് ഇന്ന് നൈറ്റാണ്. അപ്പം അവരെന്തോ പുറത്ത് കടയിലോ എന്തോ പോയതാണെന്ന് തോന്നുന്നു. എവിടെ പോയതാണെന്ന് ഞാനും ഓർക്കുന്നില്ല. അപ്പം ഞാനും വലിയ മോനും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം മത്തങ്ങയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ചെത്തി ഒന്ന് എന്താ പറയുക കട്ട് ചെയ്തൊക്കെ എടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാനിന്ന് ഇച്ചിരി വെക്കുന്നത് പയറും മത്തങ്ങയും കുറച്ച് ലൂസായിട്ടാണ് കറി വെക്കുന്നത്. പക്ഷേ എനിക്കല്ലാതെ എരിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞി എരിശ്ശേരി അങ്ങനെയൊക്കെ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടപ്പെടുന്ന മിക്ക സാധനങ്ങളും ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അത് വേറൊരു സത്യം. ഞാൻ ചില പലഹാരങ്ങളായിക്കോട്ടെ, വട്ടയപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞാൻ ഉണ്ടാക്കി ഇവർക്കൊന്നും ഇഷ്ടമല്ല. ഞാനുണ്ടാക്കിയതെന്നല്ല, ഇവരൊക്കെ കഴിക്കും എങ്കിലും അധികം ഇല്ല. നമുക്കിതൊക്കെ ഭയങ്കര ഒരു ഇതാണേ. കാരണം എൻ്റെ വീട്ടിലൊക്കെ പണ്ട് കൂടുതലും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സംഭവമൊക്കെ നമുക്ക് ആ ഒരു ഇതൊക്കെയാണ്. ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണ്ടേ. അതുകൊണ്ട് അപ്പം ആദ്യം ഞാനൊന്ന് പരിപ്പോടെയൊന്ന് ഇട്ട് എണ്ണ ഒന്ന് തെറിച്ച് പേടിയാണ്. ഇപ്പോഴാണേലും എനിക്ക് കടുക് വറക്കുമ്പോഴും എണ്ണയിലിടുമ്പോഴും എപ്പോഴും പരിക്ക് പറ്റലുണ്ട്. അപ്പം പരിപ്പോടെയൊക്കെ അവിടെ നിന്ന് റെഡി ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മത്തങ്ങയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം അധികം മത്തങ്ങ മൂക്കാത്തതാണെങ്കിൽ തൊലിയോട് കൂടിയിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. സാമ്പാറിലൊക്കെ ആണെങ്കിലും ഞാൻ എന്നോട് ആരോ കടയിലുള്ള ഒരു ചേട്ടൻ തന്നെ പറഞ്ഞു, അതിനെന്തിനാണ് ചെത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് മത്തങ്ങ. കാരണം അധികം മുറ്റാത്ത മത്തങ്ങയാണെങ്കിൽ, അധികം വിളയാത്ത മത്തങ്ങയാണെങ്കിൽ അങ്ങനെ ഇടാറുണ്ടല്ലോ. പിന്നെ ഹോട്ടലുകളിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് കേൾക്കാം. സാമ്പാറിലൊക്കെ ഇടുമ്പോഴേ അങ്ങനെ ചെത്താനൊന്നും നിൽക്കത്തില്ല, അതുപോലെ ഇടാറുണ്ടെന്ന് പറയുന്നത് കേൾക്കാം മത്തങ്ങ. അപ്പം പയറൊക്കെ ഏകദേശം വെന്ത് അതിൻ്റെ ഏറ് പോകാനായിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം അതിനിടയ്ക്ക് പരിപ്പോടെയും നോക്കുന്നുണ്ട്. എല്ലാം നോക്കണമല്ലോ. പരിപ്പോടെ അതിൻ്റെ ഇടയ്ക്കോട്ട് നോക്കുന്നുണ്ട്. ഇനിയിപ്പം കറിയൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരക്കാണ്. എന്താ പറയുന്നത്, നൈറ്റ് ആയിക്കഴിഞ്ഞാലേ വൈകുന്നേരം ഒന്ന് എന്താ പറയുന്നത് കൊണ്ടുപോകാനുള്ള കാപ്പിക്കുള്ളതൊക്കെ ഉണ്ടാക്കണം. കഴിച്ചിട്ട് പോയാൽ രാത്രിയാകുമ്പോൾ വിശക്കുമല്ലോ, അങ്ങനെ കഴിക്കാറില്ല. ചില ദിവസങ്ങളിൽ അപ്പൂസ് കഴിക്കാറുള്ളൂ. മിക്ക ദിവസവും ഞാൻ എന്തെങ്കിലും കാപ്പി ഐറ്റം ഒന്ന് ചോറ് ഇടാറില്ല. ചപ്പാത്തിയോ അല്ലെങ്കിൽ കൊഴുക്കട്ട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് കാപ്പി ഫ്ലാസ്കിനകത്താക്കി കൊടുത്തു വിടാറുണ്ട്. അതുപോലെ ഇന്നും ചപ്പാത്തിയൊക്കെ കൊടുത്തു വിടണം. അപ്പം നമ്മുടെ മത്തങ്ങ കറി വയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുകി എടുത്തിട്ടുണ്ട്. തേങ്ങ തിരുകി എടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടൊന്ന് അരപ്പ് ചേർക്കണം. അപ്പം പരിപ്പൂടെയൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ റെഡിയാവും, ഓക്കെ ആവും. അതുപോലെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് കുറച്ച് കട്ടൻ ചായയൊക്കെ വെച്ച് പരിപ്പൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയുള്ളൂ. അങ്ങനെ അരപ്പൊക്കെ അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ ഞാൻ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പരിപ്പൂടെയൊക്കെ നമുക്കൊന്ന് മൊത്തമാക്കി എടുക്കാം. അപ്പം നമ്മുടെ കുക്കറിൻ്റെ പയറിൻ്റെ എയറൊക്കെ പോയി മത്തങ്ങ ഇട്ട് കൊടുക്കും.
മത്തങ്ങ ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് മഞ്ഞൾപ്പൊടി ടിന്നെടുത്തപ്പോഴാണ് മഞ്ഞൾപ്പൊടി കാലിയായിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി തീർന്നാലും മഞ്ഞൾപ്പൊടി ഇരിപ്പുണ്ട്, നമ്മുടെ ആ ടിന്നെല്ലാം മാറിപ്പോയി. പിന്നെ ഞാൻ മോനെ വിളിച്ചു, മഞ്ഞൾപ്പൊടി എടുപ്പിച്ചു. അപ്പം മുകളിൽ ആ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഞാനിനി മുകളിലോട്ട് തപ്പിത്തടഞ്ഞ് കയറാനായിട്ട് പോയാൽ നമുക്ക് എന്താ പറയുന്നത്, പിള്ളേരാകുമ്പം എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞ് പിടിച്ച് കയറി എനിക്ക് പൊടികളെല്ലാം ഇട്ട് തരുന്നത് തീരാറാകുമ്പം മോനോ അപ്പനോ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ പൊടി ഐറ്റം എടുക്കുമ്പോഴേ എനിക്ക് തുമ്മാൻ തുടങ്ങും. അതിന് ഈ മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ, മുളക് പൊടി ആയിക്കോട്ടെ, മാവായിക്കോട്ടെ, എന്തെടുത്താലും ആ ഒരു അലർജി പ്രശ്നമുണ്ട്. പണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇപ്പോൾ കുറേ വർഷമായിട്ട് തുടങ്ങിയതാണ്. ഞാൻ മാക്സിമം അങ്ങനെയുള്ളത് അപ്പോൾ എടുക്കാതിരിക്കും. എന്നാലും എടുക്കേണ്ടി വന്നാൽ എടുക്കുമല്ലോ. പിന്നെ മാവൊക്കെ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അത് നമുക്ക് എപ്പോഴും എടുക്കണമല്ലോ. അങ്ങനെ കട്ടൻ ചായയൊക്കെ ഇട്ട് ഞാനും വാസുമോനും കൂടെ പരിപ്പുവട 2 കഴിക്കാമെന്ന് ഓർത്തിരുന്നേ. അപ്പം ഞങ്ങൾ സോസൊക്കെ കൂട്ടി ഞങ്ങൾ അമ്മയും മോനും 2-3 എണ്ണമൊക്കെ തട്ടി. അപ്പോൾ കട്ടൻ ചായ ഐറ്റം ഒന്നും പിന്നെ വസുമോൻ കുടിക്കാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അവൻ രാവിലെ ചായ നേരത്തെ കുടിക്കുമായിരുന്നു, ഇപ്പം അതും നിർത്തി. ചായ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചായയും പാലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് നിർബന്ധിച്ച് പേടിപ്പിച്ചൊക്കെ, എന്നാലും ഇപ്പോഴും പേടിപ്പീരിനൊന്നും കുറവില്ല. എന്നാലും അവരുടെ ഇഷ്ടമല്ലേ, പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോകാറില്ല ഇപ്പം. അങ്ങനെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം ആ സമയമായപ്പോഴത്തേക്ക് അപ്പനും കുഞ്ഞുമോനും വന്നു കഴിഞ്ഞ് പിന്നെ അപ്പനും ചായ കൊടുത്തിട്ട് പരിപ്പ് വടയൊക്കെ കൊടുത്തു. അപ്പം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് കുറേയൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് തന്നെ തിരിച്ചു വന്ന് അവരവിടെ ഇരുന്ന് കഴിക്കട്ടെ. കുഞ്ഞുമോൻ അവിടെ എവിടെയോ, കുഞ്ഞുമോൻ എനിക്ക് തോന്നുന്നു വലിയ മോൻ മുകളിൽ തുണി വിരിച്ചിട്ട് എടുക്കാൻ പോയപ്പോൾ അവൻ്റെ പുറകെ പോയി കേട്ടോ. കുഞ്ഞുമോനെ അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല, അവനും കൂടെ കയറിപ്പോയി. ഇനി അവിടെ ഇരുന്ന് അവർ കഴിക്കുകയൊക്കെ ചെയ്യട്ടെ. ഞാൻ തിരിച്ചടുക്കളയിൽ വന്ന് നമ്മുടെ മത്തങ്ങക്കറിക്കുള്ള തയ്യാറെടുപ്പാകെ അരപ്പൊക്കെ അരച്ചു. അരപ്പരയ്ക്കാനായിട്ട് ഞാൻ വന്നു. അങ്ങനെ അരപ്പൊക്കെ അരച്ചു ചേർത്ത് അതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തിക്ക് മാവും കുഴച്ച് വെച്ച്. അങ്ങനെ കുറച്ച് അരിയൊക്കെ അടപ്പയിലിട്ട് അതൊക്കെ ഒരു പകുതി വേവൊക്കെയായി ഞാൻ കുക്കറിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. എയർ പോയി കഴിയുമ്പോൾ അതൊക്കെ ഊറ്റിയെടുക്കണം. അപ്പം ഇന്നും വീഡിയോയ്ക്കകത്ത് എന്താ പറയുന്നത്, ചിരിക്കുകയും കാര്യം പറയാൻ കുറച്ച് എനിക്കത് പറയണമെന്ന് തോന്നി. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടേ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അധികം കമൻറ്റോ ലൈക്കോ ഒന്നും കിട്ടുന്ന ഒരിതല്ല, ലൈക്കൊക്കെ അപൂർവമാണ്. എന്നാൽ വരുന്ന കമൻറ്റോ നമുക്ക് അങ്ങനെ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. ഇതിന് മുമ്പൊരിക്കലും ഒരു വീഡിയോയ്ക്കകത്ത് ഞാനത് പിന്നെ പറയാൻ നിന്നിട്ടില്ല. അന്നും എന്തോ ഇങ്ങനെ നെഗറ്റീവായിട്ടല്ല, അത് കുറേ വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇങ്ങനെ ഇട്ടു, എന്താ കഴുത്ത് അങ്ങനെ ഇരിക്കുന്ന, കഴുത്തിലെന്താ ഒരു പാടെന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ ഞാനൊന്നും പറയാൻ നിന്നില്ല, അത് അന്നേ ഞാൻ വിട്ട് കളഞ്ഞു. പിന്നീട് എന്താ പറയുക, പിന്നെ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ വന്ന എന്തൊക്കെ ആക്ഷനാ, ഭയങ്കര ബോറിങ്ങാന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ്. അത് ഞാൻ വലിയ നെഗറ്റീവായിട്ട് പറയുക, കുറ്റപ്പെടുത്തി പറയുന്നില്ല, ഞാൻ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, ഞാനത് വരുത്തുന്നതല്ല, എൻ്റെ മുഖത്തെ ആക്ഷനും ആക്ടിങ്ങും ഒന്നും വരുത്തുന്നതല്ല, അതൊക്കെ തനിയേ വരുന്നതാണ്. ഞാനിങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ ഇതിൽ ഇപ്പം നമുക്ക് മറ്റുള്ളവരുടെ രീതിയിൽ നിങ്ങളിങ്ങനെ ചിരിക്കാൻ പാടുള്ളൂ, നിങ്ങളിങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെ വരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. നമ്മളെങ്ങനെയാണോ അതുപോലല്ലേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ അതിനകത്തും ആ വീഡിയോയിലും എനിക്ക് തോന്നുന്നു ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എന്തോ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാനും അപ്പൂസും നിന്നപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ കൂട്ടത്തിൽ ഞാനങ്ങനെയാണ്, അത് ഞാൻ അഭിനയിക്കുകയൊന്നുമല്ല. ഇതിപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ഷോട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിച്ച് കോമഡിയൊക്കെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ആക്ഷൻ എന്ന് പറയാം. ഇതൊക്കെ ഞങ്ങൾ ഈ 10-20 മിനിറ്റ് കഴിയും ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മളീ കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കും വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരു ഫാമിലി തന്നെയാണ്. ഞങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഞങ്ങളിങ്ങനെ ഇരിക്കുന്നവരൊന്നും അല്ല. നമുക്കും കുറേ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാ മനുഷ്യരെ പോലെ നമുക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ള, പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ള. പിന്നെ നമുക്കതൊന്നും പറയാനുള്ള സമയമോ അല്ലെങ്കിൽ സമയമൊന്നുമല്ല, അതൊന്നും പറയേണ്ട ഒരവസ്ഥയോ ഒന്നുമല്ല. ഇനി നാളെ ഒരു സമയത്ത് പറയുമോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ. നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും നമ്മുടേതായിട്ട് തന്നെ ഇങ്ങനെ അല്ലാതെ 10-20 മിനിറ്റ് അരമണിക്കൂറൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതൊന്നും അല്ല, അത് മാത്രമൊന്നും അല്ല നമ്മൾ. അപ്പോൾ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. ആരും നെഗറ്റീവായിട്ട് എടുക്കണ്ട, കാരണം കമൻറ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, കമൻറ്റ് ഇടാം. പക്ഷേ ഞാൻ അത്രയും പറയണമെന്ന് തോന്നി, ഞാൻ
ആക്ടിങ് കാണിക്കുകയോ ആക്ഷൻ കാണിക്കുന്നതല്ല. ഞാൻ അങ്ങനെയാണ്. എൻ്റെ മുഖം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനിത് ദേഷ്യത്തിലോ ഒന്നും പറയുന്നതല്ല. എനിക്ക് അത്രയും പറയണമെന്ന് തോന്നി. എനിക്കെന്നെ ചിരി വന്നു കേട്ടോ. ചില സമയത്ത് ഞാനേ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ നോക്കാറുണ്ട്. ഞാൻ അങ്ങനെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ പോട്ടെ. എനിക്ക് അത്രയും പറയണമെന്ന് തോന്നി. ആരും നെഗറ്റീവായിട്ട് എടുക്കരുതേ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരും വീണ്ടും ഞാൻ പറയുകയാണ്, എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുക. അങ്ങനെ നമുക്ക് 1000 സബ്സ്ക്രൈബറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എന്തൊക്കെയാണ് വേണ്ടിയതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മുടെ ഒരു വൈകുന്നേരം വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കട്ടെ. ടാറ്റാ.